ചെല്ല് ചാച്ചി. ഞാൻ പറഞ്ഞു ഒരു വിധത്തിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണം, നശിപ്പിക്കില്ലേ? നശിപ്പിക്കില്ല. എടുത്തിട്ട് ഇവിടെ മുഴുവൻ നമ്മൾ ഫുൾ വിജിലന്റ് ആയിരിക്കണം. വിജിലന്റോ? നിരീക്ഷണത്തിലായിരിക്കും. അപ്പൊ പിന്നെ സൂക്ഷിച്ചും കൊണ്ടൊക്കെ നടന്നോണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അഭിനയിക്ക് അറിഞ്ഞൂടെന്ന് അറിയാം, നശിപ്പിക്കല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആക്ടിങ് ചെയ്യണത് ഞാനാണ് കേട്ടോ. തന്നെ കമത്തി എടുത്തിട്ട് കയ്യെടുത്തറൂ, ഫീൽ കൂടി. അയ്യോ അയ്യോ കാലിലും തെറ്റി, കാലിന് കുഴപ്പമൊന്നുമില്ല. കയ്യെല്ലാം ഒടിഞ്ഞേ, പിന്നെ ഞൊണ്ടെന്തിന്? നീ വാ. ഇത് നശിപ്പിച്ച് കൈയിട്ടരും. കാണുന്നില്ലല്ലോ ആരും. നോക്കാം. സൂക്ഷിച്ച് അയ്യോ അളിയാ, അയ്യോ അമ്മൂമ്മ, അത് എന്റെ പൊന്നളിയ ഒന്നും പറയണ്ടായത്. എന്റെ പൊന്നമ്മൂമ്മ ഒന്നും പറയണ്ട. നമ്മള് വണ്ടി പോവായിരുന്നു, അപ്പൊ ഒരു പൂച്ച കുറുക്ക ചാടി. ഞാൻ ബ്രേക്ക് അങ്ങ് പിടിച്ച്, ചേച്ചിക്ക് വെയിറ്റ് ഇല്ലാത്തോണ്ട് ചേച്ചി തെറിച്ചങ്ങ് പോയി കൈകുത്തി കൈ ഒടിഞ്ഞു. പിന്നെ ഇതാ എക്സ്റേ ഒക്കെ എടുത്ത്. അത് ഞാനാ പറഞ്ഞ വിളിച്ച് പറയണ്ടായിരുന്നു. വെറുതെ നിങ്ങൾ എല്ലാരും കൂടെ ടെൻഷൻ അടിക്കില്ലേ. എന്റെ ലച്ചു എന്നാലും ഒന്ന് വിളിച്ച് പറയണ്ടേ ഇങ്ങോട്ട്. പോട്ടമ്മ പറ്റിപ്പോയി. വെറുതെ വയ്യായിരിക്കുന്ന ഒരാളെ എങ്ങനെ വഴക്ക് പറയണോ? ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വന്നേ. കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞു. അത് ഒടിഞ്ഞെന്ന് പറഞ്ഞ അങ്ങനെയല്ല. ഒരു ചെറിയ മറ്റേ ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടല്ലോ, അപ്പൊ അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റർ ഉണ്ടാ ജസ്റ്റ് ഒന്ന് ഇതേപോലെ അവര് ചെയ്തു തന്നെ. അപ്പൊ ഒരു മിനിമം ഒരു മൂന്നാഴ്ചയിലും കുറഞ്ഞ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. വേദനിക്കുന്നുണ്ടോ? നല്ല രീതിക്ക് വേദനിക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യ്, വന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കുക. എനിക്ക് കിടക്കണമെങ്കിൽ ഇരുന്നാ മതി. ശ്രദ്ധിച്ചിരിക്കട്ടോ. അതെ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. அதுக்கு என்ன ஃப்ரிட்ஜ்ல ஃப்ரெஷ் ஜூஸ் இருக்கு, இப்ப வேணா. വേണ്ട വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. എന്താ നിങ്ങൾ ചിരിക്കുന്നേ? ഞങ്ങള് ചിരിച്ചല്ല, ഈ ബൈക്കിൽ നിന്ന് വീണിട്ടേ പല്ലിനും ചെറിയൊരു വേദന. അതെ, പിന്നെ ഇത്രയല്ലേ പറ്റുള്ളൂ, അത് ആശ്വസിക്കായിരുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ 3 ആഴ്ച റെസ്റ്റ് എടുക്കണേ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. എന്നാ പിന്നെ അമ്മമ്മേന്റെയും പൊക്കോ, ഞാൻ അവിടെ ഇരുന്നോളാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മക്കൾ വിളിക്കണേ. വിളിക്കാം. പിന്നെ അവിടെ കുഴപ്പമില്ല അമ്മമ്മ, കേശുവൊക്കെ ഉണ്ടല്ലോ. ആരും വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്റെ ലക്ഷ്യം ഞാൻ നോക്കോളാം. പൊക്കോ. ഗ്ലാസ് നോക്ക്. ഇനി വേണം കുറച്ച്. ലച്ചൂസേ, നല്ല വേനുണ്ടോടാ? കിഴങ്ങൻ ഓടിക്കാനും അറിയത്തില്ല. പൂച്ചയെടുത്ത് പറയാതെ വട്ടം ചാടല്ലെന്ന്. അതെ, എനിക്കൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ട്. എന്റെ ഡ്രസ്സ് ഒന്ന് എടുത്ത് നോക്കൂ. ഡ്രസ്സ് എവിടെ നിന്ന് എടുത്ത് വെക്കണ്ടേ? അവിടെ പുറത്ത് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ എടുത്താ മതി. ഞാൻ എടുത്ത് വെക്കാം. ഞാനല്ല പിന്നെ ആരെടുത്ത് വെക്കാൻ? അയ്യോ സോറി. എന്താ ശ്രദ്ധിക്കല്ലേ? കൊള്ളാം.